പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യം ഇനി എത്ര കാത്തിരിക്കണമെന്നറിഞ്ഞുകൂടാ. ആധുനിക സയൻസിന്റെ വിലയിരുത്തൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയൊക്കെ പറയാം. ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ ബേസ് വെച്ച് പറയട്ടെ. ബഹുമാനപ്പെട്ട ഹദ്റത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വിദേശ യാത്ര നടത്തുകയാണ്. അനുയായികൾ അടക്കമുള്ള വലിയ ഒരു യാത്രാ സംഘം മരുഭൂമിയിലൂടെ ഒട്ടകപ്പറ്റങ്ങളിലൂടെ കയറിപ്പോവുകയാണ്. മരുഭൂമിയിലെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത ഗൗരവമായ ഒരു വിഷയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കൂട്ടുകാരോട് ചോദിക്കുന്നു, അല്ലയോ സുഹൃത്തുക്കളെ, എന്താണ് ഒരു പുതുമ? നമ്മൾ കുറെ ദിവസമായല്ലോ മദീനത്തുനിന്ന് പുറപ്പെട്ടിട്ട്, പല മരുഭൂമിയിലും നമ്മൾ തമ്പടിച്ചു താവളം അടിച്ചല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാ വെട്ടുകിളി, അൽ ജറാദ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, വെട്ടുകിളി, എവിടെയും കാണുന്നില്ലല്ലോ അവറ്റകളെ? വെട്ടുകിളിയെ കാണുന്നില്ലല്ലോ. ഇവിടെയൊക്കെ സാധാരണ വെട്ടുകിളികളുടെ ശല്യം വല്ലാതെ ഉണ്ടാകാറുണ്ടല്ലോ, എന്താ കാണാത്തത്? വെട്ടുകിളിയെ അന്വേഷിക്കുന്നു ഖലീഫ. മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിന്റെ നേതാവ് വെട്ടുകിളിയെ കാണാത്തത് കൊണ്ട് വ്യഥ, വിലാപം. എവിടെ വെട്ടുകിളി? അപ്പോൾ ആ സദസ്സിലുള്ളവരൊക്കെ പറയുന്നത് ശരിയാണ് അമീറുൽ മുഅ്മിനീൻ, ദിവസങ്ങളോളമായി വെട്ടുകിളിയുടെ ശല്യം നമ്മൾ കാണുന്നില്ല. എവിടെ പോയി ഇവറ്റകളൊക്കെ? സാധാരണ ഈ മലകളിലും ഈ മരുഭൂമിയിലുമൊക്കെ നിറച്ച് വെട്ടുകിളി ഉണ്ടാവാറുണ്ട്. കുറച്ചുകൂടി അന്വേഷിച്ചപ്പോൾ സദസ്സിലുള്ള മുഴുവൻ ആളുകളും പറയുന്നു, അടുത്ത ദിവസമൊന്നും വെട്ടുകിളികളുടെ കൂട്ടം കണ്ടിട്ടില്ല. അതോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭയം വർദ്ധിച്ചു, ആശങ്ക വർദ്ധിച്ചു, സ്വഭാവം മാറി. അദ്ദേഹം സദസ്സിനോട് പറയുന്നു, സുഹൃത്തുക്കളെ, അടിയന്തരമായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. വെട്ടുകിളികളുടെ കൂട്ടം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്തിനാത് വെട്ടുകിളിനെ അന്വേഷിക്കുന്ന പ്രശ്നം? ഖലീഫ, കാര്യം പറയാം. എന്ത് ചെയ്തു എന്നല്ലേ? ഒരു കമ്മീഷൻ നിയമിച്ചു. നമ്മുടെ സർക്കാർ ഉണ്ടല്ലോ ചില കമ്മീഷൻ നിയമിക്കൽ, ഓരോ കമ്മീഷൻ നിയമിക്കും. ബലാത്സംഗ നിരോധ കമ്മീഷൻ, അഴിമതി നിരോധ കമ്മീഷൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സഹാബാക്കളിൽ ഒരു കമ്മീഷൻ, വെട്ടുകിളി അറേബ്യയുടെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ, അവര് കൂട്ടമായി നിൽക്കുന്ന സ്ഥലമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ കൂഫയിലേക്ക് പോകണം വിവരമറിയാൻ, നിങ്ങൾ ബസറയിലേക്ക് പോകണം, നിങ്ങൾ ഡമാസ്കസിലേക്ക് പോകണം, നിങ്ങൾ സിറിയയിലേക്ക് പോകണം. അവിടെ എവിടെയെങ്കിലും ജറാദ് ഉണ്ടെങ്കിൽ ആ വിവരം എനിക്ക് വേഗം തരണമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സംഭവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? പറയാം. ദിവസങ്ങളുടെ അന്വേഷണം ചൂട് പിടിച്ചു നടക്കുന്നു. മുസ്ലിം ഭരണ പ്രദേശങ്ങളിലെ ഗവർണർമാർക്ക് കത്തുകളിലൂടെ വിവരം കൊടുക്കുന്നു, അവിടങ്ങളിൽ എവിടെയെങ്കിലും ജറാദ് വെട്ടുകിളികൾ ഉണ്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴതാ ബസറയിൽ നിന്നുള്ള ഗവർണറുടെ മറുപടി വരുന്നു, ഇവിടെ ധാരാളം വെട്ടുകിളികളുണ്ട്, ഇവരുടെ ശല്യം കൊണ്ട് കൃഷികളൊക്കെ നശിച്ചു പോകുന്നു. ഈ കത്തങ്ങോട്ട് കിട്ടിയപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരിക്കും ശ്വാസമയച്ചത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്റെ ഭരണകാലത്ത് അത് സംഭവിക്കുന്നില്ല, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഫഇന്നീ സമിഅതു റസൂലല്ലാഹി, പുന്നാര നബി തങ്ങൾ പറഞ്ഞത് ഞാനൊരിക്കൽ കേട്ടിട്ടുണ്ട് കൂട്ടുകാരെ. അല്ലാഹു തആല വിവിധങ്ങളായ വംശങ്ങളെയും സമുദായങ്ങളെയും പടച്ചിട്ടുണ്ട്. ഇഴജന്തുക്കളായി, പക്ഷിപ്പറവകളായി, മനുഷ്യന്മാരായി, സസ്യങ്ങളായി, മൃഗങ്ങളായി, വിവിധങ്ങളായ വർഗങ്ങളെ, ജീവജാലങ്ങളെ. കടലിൽ ഒരു പ്രത്യേക വകുപ്പ്, കരയിൽ ഒരു പ്രത്യേക വകുപ്പ്. അള്ളാഹു പടച്ച ജീവജാലങ്ങളിൽ, അള്ളാഹു പടച്ച പക്ഷികളിൽ ഏറ്റവും ആദ്യമായി വംശനാശം പറ്റുന്നത് വെട്ടുകിളിക്കായിരിക്കുമെന്ന് ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. വെട്ടുകിളി ഈ വർഗത്തിന് വംശനാശം വന്നാൽ പിന്നെ ഖിയാമത്ത് നാളിന് കൂടുതൽ കാലം കാത്തു നിൽക്കേണ്ടതില്ല. ആദ്യകാലത്ത് തന്നെ വംശനാശം നേരിടുന്ന കൂട്ടത്തിലാണ് വെട്ടുകിളികൾ. ഞാൻ ഭയപ്പെട്ടുപോയി. വെട്ടുകിളികളെ എവിടെയും കാണാതെ നിന്നപ്പോൾ നിങ്ങളാരും വെട്ടുകിളിയെ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഖിയാമത്ത് നാളിന്റെ സമയമായോ, എന്റെ കാലത്ത് തന്നെ രോഗം അവസാനിക്കുന്ന സമയമായോ എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി. ഇപ്പോൾ എനിക്ക് സമാധാനമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ബസറയിൽ വെട്ടുകിളികൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് വംശനാശം പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വംശനാശം ഓരോ ചെറിയ ചെറിയ വർഗങ്ങൾക്കും സംഭവിക്കും. ആധുനിക ശാസ്ത്രജ്ഞന്മാർ എത്രയോ ജീവജാലങ്ങൾ ഭൂമിയിൽ അധിവസിച്ചിരുന്നതായും അവയ്ക്ക് വംശനാശം പറ്റിയതായും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വെട്ടുകിളി എന്ന് പറയുന്ന വർഗം അത്
അതേത് ഇനത്തിൽപ്പെട്ട വെട്ടുകിളിയാണ് എന്നൊക്കെ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു ആലം. അവയ്ക്ക് വംശനാശം പറ്റുന്നത് ഖിയാമത്ത് നാളിലേക്കുള്ള ഒരു കാൽവെപ്പാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ടതിന്റെ പേരിൽ വെട്ടുകിളിയെ കാണാതെ ആയപ്പോഴേക്ക് ബേജാറായി പോയി. ഇതാണ് സംഭവമെങ്കിൽ ഇന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, നമുക്ക് അന്വേഷണ കമ്മീഷൻ നിയമിച്ചാൽ യാതൊരു പരിധി ഉണ്ടാകൂല. ഇൻഷാ അല്ലാഹ് 10-20 നമ്പർ ഞാൻ പറയാം. അന്വേഷണ കമ്മീഷൻ ഒന്നും നിയമിക്കണ്ട. ഈ പറയുന്ന ചില അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി അവിടുത്തെ ഹദീസുകളിലുണ്ട്. ഇമാമിയങ്ങളൊക്കെ ആ ഹദീസിന്റെ ചുവടിൽ വ്യാഖ്യാനം എഴുതിയത് എന്താണെന്നറിയോ? വഹാദല്ലദീ നുശാഹിദു ഫീ ബഅദിൽ മുദുനി. എന്ത്? ഈ ഹദീസിൽ ഈ പറഞ്ഞ കാര്യം ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അത്തരം ഹദീസുകളുടെ അടിക്കുറിപ്പ് 997 ജനുവരിയിൽ പ്രസംഗിക്കുന്ന ഞാൻ എഴുതുന്നു, വഹാദല്ലദീ നുശാഹിദു ഫീ ജമീഇൽ മുദുനി. റസൂലുള്ളാഹി ഈ പറഞ്ഞത് എല്ലാ രാജ്യത്തും കാണുന്നുണ്ട്, സാർവത്രികമായി കാണുന്നുണ്ട്. അങ്ങനെ എത്ര കാര്യം പറയണം? മുഴുവൻ ഇൻഷാ അല്ലാഹ് കുറച്ചു കാര്യം നമുക്ക് പറയാം. സുബ്ഹാനല്ലാഹ്. ലോകാവസാനത്തിലേക്കുള്ള കൂലം കുത്തി ഒഴുക്കാണ് അടയാളങ്ങളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നാം കാണുന്നത്. പക്ഷേ നാളെ മറ്റന്നാൾ എന്നൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. അത് പറയാനുള്ള വിവരവും നമുക്കില്ല. അത് അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് നടക്കും. പുന്നാര നിരുത്തങ്ങൾ പറഞ്ഞതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. അതിൽപ്പെട്ട കുറെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതും കൂടി അടുത്താൽ പിന്നെ ക്ലോസ്. അതിന്റെ സമയമാകും. അള്ളാഹു നിശ്ചയിച്ചതുപോലെ നടക്കും. മഹാനായ റസൂലുള്ളാഹി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഹയാത്ത് കാലത്ത് നടക്കാനുള്ളതൊക്കെ പറഞ്ഞു. അതെല്ലാം അതുപോലെ പുലർന്നു. ഒരല്പം പോലും അതിന് മാറ്റമുണ്ടായിട്ടില്ല. കാരണം അവിടുന്ന് അള്ളാഹുവിന്റെ വഹി മൂലമാണല്ലോ സംസാരിക്കുന്നത്. സഹാബത്തിന്റെ കാലത്ത് നടക്കുമെന്ന് പറഞ്ഞ കുറെ പ്രവചനങ്ങളുണ്ട്. അതൊക്കെ അതുപോലെ നടന്നു. അതൊന്നും ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. നാളെ ബദർ യുദ്ധം നടക്കുകയാണ്. റമദാൻ 17-ന് 17-ാം രാവ് 16-ന്റെ അന്ന് രാത്രി ബദർ പടക്കളത്തിലൂടെ നാളെ ഹബീബായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി അവിടുന്ന് നടക്കുന്നു. കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റു ചില സഹാബാക്കളുണ്ട്. നാളെ ബദർ യുദ്ധം നടക്കുമ്പോൾ ഇതാ അബൂ ജഹൽ മരിച്ചു വീഴുന്ന സ്ഥലം ഇതാണ്. വഹാദാ മഖ്തലു അബീ ജഹൽ വഹാദാ മഖ്തലു ശൈബ വഹാദാ മഖ്തലു ഉത്ബ. ഉത്ബത്ത് എന്ന് പറയുന്ന കാഫിർ ചത്തു വീഴുന്നത് ഇവിടെയാണ്. ശൈബത്ത് ചത്തു വീഴുന്ന സ്ഥാനം ഇവിടെയാണ്. ബദർ യുദ്ധം നടക്കാനിരിക്കുന്ന സ്ഥലത്ത് തലേന്ന് രാത്രി ചെറിയ ചെറിയ അടയാളപ്പെടുത്തി കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി അത് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പിന്നിൽ നിന്ന് സന്തോഷിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, സംഭവിക്കും, സുനിശ്ചിതം. ഈമാൻ ഉറപ്പാണ് അവർക്ക്. നമ്മളെ മാതിരി ഒരു ചവിട്ടല്ല. എന്നുണ്ട് കുറെ ഖുർആൻ സുന്നത്തിന്റെ ആൾക്കാർ അള്ളാഹിന്റെ റസൂല് പറഞ്ഞതൊക്കെ സഹീഹായി ഇങ്ങോട്ട് വന്നാൽ അവർ പറയും. എന്നാലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതായതുകൊണ്ട് ആ ഹദീസിനെ അപ്പടി വിശ്വസിക്കുന്നതിന് നിർവാഹമില്ല. പോയി പണി നോക്ക്. ഇതൊന്നും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ വാക്കല്ല. അങ്ങനെ ഒരു കൂട്ടരെമ്പാടും ഇന്ന് മുസ്ലിമീങ്ങളിലുണ്ട്. നമുക്ക് അവരെ മാറ്റിവെക്കാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഓരോ സ്ഥലം ഇങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ ഞാൻ പതുക്കെ കാലുകൊണ്ട് നല്ലപോലെ ഒരു അടയാളം വെച്ചു. ഫാറൂഖാണല്ലോ ആള്, ഉറപ്പിക്കാനേ ഒരു നല്ല കുറ്റി. ആ പാറക്കല്ലിന്റെ ഈ പാറക്കല്ലിന്റെ ഇടക്ക് ഇൻഷാ അല്ലാഹ് നാളെ എനിക്ക് ഇവിടെ വന്ന് നോക്കണം. അത് കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ഈമാൻ വർദ്ധിക്കൽ. അങ്ങനെ 5 ഖുറൈശി തലവന്മാർ നാളെ മരിച്ചു വീഴുന്ന സ്ഥലം ഇവിടെയാണെന്ന് തലേന്ന് രാത്രി അടയാളപ്പെടുത്തുന്നു. സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അങ്ങനെ പിറ്റേ ദിവസം ബദർ യുദ്ധം നടന്നു. സായുധ സൈന്യം വന്നു. മുസ്ലിമീങ്ങൾ പരിമിതമാണ്, ദുർബലരാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ബദർ യുദ്ധത്തിൽ അള്ളാഹു തആല മുസ്ലിമീങ്ങൾക്ക് വിജയം കൊടുത്തു. ഖുറൈശി കാരണവന്മാരെല്ലാവരും ബദർ യുദ്ധത്തിൽ ചെലവായി പോയി. അബൂജഹൽ ചത്തു വീണു. ഉത്ബത്ത് ശൈബത്ത് തുടങ്ങിയ നേതാക്കന്മാരെല്ലാവരും പണി കഴിഞ്ഞു. യുദ്ധമൊക്കെ കഴിഞ്ഞ് ശവശരീരങ്ങളൊക്കെ കുന്നുകൂടി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ വിശ്വസ്തരായ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി വരാമെടോ. ഇന്നലെ സമ്മേളനം കഴിഞ്ഞ സ്ഥലത്ത് പേപ്പറൊക്കെ കാണാൻ വേണ്ടി പോകുന്ന മാതിരി ഒരു പോക്ക്. എങ്ങനെയൊക്കെയാണ് ഇന്നലെ നേതാക്കന്മാർ വന്ന സ്ഥലവും കയറിയ സ്ഥലവും ഒക്കെ ഒന്ന് കാണാൻ. അപ്പോഴതാ ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂല് തലേനാള് അടയാളപ്പെടുത്തിയ അതേ സ്ഥലത്ത്
കറക്റ്റായിട്ട് ഇങ്ങനെ വീണ് കിടക്കുകയല്ലേ. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് സദഖത യാ റസൂലല്ലാഹി സദഖ്ത, സദഖത യാ റസൂലല്ലാഹി സദഖ്ത വനഷ്ഹദു അന്നക റസൂലുൻ മിൻ ഇൻദില്ലാഹി ഹഖ്ഖാ. നബിയേ, അവിടുന്ന് പറഞ്ഞത് പുലർന്നിരിക്കുന്നു, 100% പുലർന്നിരിക്കുന്നു. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന സത്യസാക്ഷ്യം ഞങ്ങൾ ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു. ആ പറഞ്ഞ ഉമറുൽ ഫാറൂഖ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് വിളിച്ചു പറയും, സദഖ്ത യാ റസൂലല്ലാഹി സദഖ്ത, സദഖ്ത യാ റസൂലല്ലാഹി സദഖ്ത. ഉമറുൽ ഫാറൂഖിന്റെ സ്ഥാനത്ത് ഇന്ന് നമുക്കത് വിളിച്ചു പറയാം ഇൻഷാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി അവിടുന്ന് ഹഖായ റസൂലാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളുടെ പുലർച്ച. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് ഇന്നത്തെ വഅദിൽ ഞാൻ സൂചിപ്പിക്കുന്നു പോലുമില്ല.